Hello guys, രണ്ട് hot topics പഠിക്കാം. So first topic is igneous rocks. So igneous rocks means cooling and solidification of magma or lava. നമ്മളുടെ ലാവ തണുത്ത് അല്ലെങ്കിൽ മാഗ്മ തണുത്ത് ഉണ്ടാവുന്ന എർത്ത് ക്രസ്റ്റിൻ്റെ ഉള്ളിലത്തെ മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്ത് രൂപാന്തരപ്പെടുന്ന റോക്സിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഇഗ്നിയസ് റോക്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻട്രൂസീവ്, രണ്ടാമത്തെ എക്സ്ട്രൂസീവ്. ഇൻട്രൂസീവിൻ്റെ വേറൊരു പേരാണ് പ്ലൂട്ടോണിക്, എക്സ്ട്രൂസീവിൻ്റെ വേറൊരു പേരാണ് വോൾക്കാനിക്. സോ ഇൻട്രൂസീവ് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ എർത്ത് ഫോം ഗ്രാനൈറ്റ്. സോ ഞാനിതിനൊരു ടിപ്പ് കണ്ടുപിടിച്ചത് ഇൻട്രൂസീവ് ഇന്നല്ലേ. സോ എന്ന് പറയുമ്പോൾ ഇൻസൈഡ്, അപ്പോൾ ഇൻസൈഡ് ദ എർത്ത്. സോ എർത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു റോക്കാണ് ഇൻട്രൂസീവ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ്? ഗ്രാനൈറ്റ് ആണ്. സോ നമ്മുടെ വീടുകളുടെ ഉള്ളിലല്ല ഗ്രാനൈറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ എർത്തിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്നത് ഇൻട്രൂസീവ്. ഇനി എക്സ്ട്രൂസീവ് എന്ന് പറയുമ്പോൾ വോൾക്കാനിക്. അപ്പോൾ വോൾക്കാനിക് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ വോൾക്കാനിക്കിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ വോൾക്കാനിക് എന്തായിരിക്കും? പുറമേ ആയിരിക്കും. അപ്പോൾ സോ എക്സ്ട്രൂസീവ്, എക്സിസ്റ്റ് പുറമേ, വോൾക്കാനിക് ആയിരിക്കും. അപ്പോൾ മറ്റേത് പ്ലൂട്ടോണിക് കിട്ടും. സോ അത് സർഫസ് ഓഫ് ദ എർത്ത്, അപ്പോൾ എർത്തിൻ്റെ പുറം ഭാഗത്താണ് ഉണ്ടാകുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ബസാൾട്ട്. പിന്നെ ജനറലി ഹാർഡ് ആൻഡ് ക്രിസ്റ്റലൈൻ ഇൻ നേച്ചർ. അപ്പോൾ സോ ഈ റോക്സ് എന്തായിരിക്കും? റോക്സ് പൊതുവെ എന്തായിരിക്കും? ഹാർഡും ക്രിസ്റ്റലൈൻ ആയിരിക്കും. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. നമുക്ക് 4 തരത്തിലുള്ള ക്ലൗഡ്സ് ഉണ്ട്. ഒന്നാമത്തെ സിറസ്, രണ്ടാമത്തെ ക്യുമുലസ്, മൂന്നാമത്തെ സ്ട്രാറ്റസ്, നാലാമത്തെ നിംബസ്. സോ ഫസ്റ്റത്തെ സിറസ്. സിറസ് മീൻസ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്, തിൻ, വിസ്പി ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഐസ് ക്രിസ്റ്റൽസ്. സോ സിറസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സർക്കസ് ആലോചിച്ചാൽ മതി. സോ സർക്കസിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡല്ലായിരിക്കാം, അവർ കുറച്ച് മുകളിൽ നിന്നൊക്കെ ഡാൻസ് കളിക്കില്ലേ. സോ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഭയങ്കര തിന്നായിട്ട് വയറിക്കോടിക്കായിരിക്കും അവർ ഡാൻസ് കളിക്കുക. സോ തിൻ, അപ്പോൾ അങ്ങനെ സിറസ് എന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ക്യൂമുലസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂമുലസ് ക്യൂട്ട്. സോ പഫി കോട്ടൺ ലൈക്ക് ആയിരിക്കും. സോ പഫി ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? തെളിഞ്ഞ ആകാശം, ഫെയർ വെതർ ആയിരിക്കും തരുന്നത്. ഇനി അടുത്തത് സ്ട്രാറ്റസ് എന്തായിരിക്കും? സ്ട്രാറ്റസ് എന്ന് പഠിച്ചു വയ്ക്കുക. ലോ ആയിരിക്കും, ഗ്രേ ആയിരിക്കും, പിന്നെ ഷീറ്റ് ലൈക്ക് ആയിരിക്കും. ലൈറ്റായിട്ടുള്ള റെയിനും അതുപോലെ തന്നെ ഡ്രിസിൽസും നമുക്ക് തരുന്നു. ഇനി അടുത്തത് നിംബസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിംബസ് എന്താണ്? മഴമേഘം. സോ മഴമേഘം ആകുമ്പോൾ നമുക്കറിയാം മഴ പെയ്യുമ്പോൾ ഡാർക്ക് ആയിരിക്കും, തിക്ക് റെയിൻ ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും? ബിയറിംഗ് ക്ലൗഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇൻസ്ട്രുമെൻ്റ് ആണ്. ക്ലൗഡിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സീലിയോമീറ്റർ. സോ അതിൻ്റെ ഒരു ടിപ്പ് പഠിച്ചേക്കുക. നമ്മൾ മുകളിലല്ല ക്ലൗഡ് ഉണ്ടായിരിക്കുക, അപ്പോൾ സീലിങ്സ് കാണുന്നത് എന്താണ്? മുകളിലാണ് അല്ലേ. സോ സീലിയോമീറ്റർ. അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ടിപ്പ് വരുന്നത്. സോ ക്ലൗഡ്സ് 4 ടൈപ്പ് ഉണ്ട്: സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്, നിംബസ്.